അടിപൊളി സിനിമ, ഓവറോൾ അടിപൊളി, ഒരു രക്ഷയില്ല. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആക്ച്വലി ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത് ഹിറ്റാവും എന്നുള്ളത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല, നല്ലതായിരിക്കും എന്ന് തോന്നി. ഓപ്പറേഷൻ ജാവ ഓഫ് കോഴ്സ് കണ്ടിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഡയറക്ടർ ഉറപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എമ്പുരാനോടൊപ്പം തന്നെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ളത്. അവരുടെ കോമ്പോ പണ്ട് തൊട്ടേ ഹിറ്റാണല്ലോ, അതൊന്നും കൂടെ കാണാൻ പറ്റിയാൽ അത് കൊള്ളായിരുന്നു. ഒരു നെസ്റ്റ് ഫീൽ ചെയ്തു. പല റെഫറൻസസ് ഉണ്ട്. നല്ലായിരുന്നു. രക്ഷയില്ല, കൈയടിച്ചു. രോമാഞ്ചമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരേപോലെ അടിപൊളിയായിരുന്നു. വില്ലനാണെങ്കിലും അടിപൊളിയായിരുന്നു. രക്ഷയില്ല, അടിപൊളിയാണ്. BGM ഒക്കെ നൈസായിരുന്നു. ഇടയ്ക്കുള്ള സോങ്സ് ഒക്കെ നല്ലതായിരുന്നു. വില്ലൻ രക്ഷയില്ല, കിടിലം ആക്ടിങ് ആയിരുന്നു. വേറെന്തോ ആഡിലെന്തോ കണ്ടിട്ടുണ്ട്. ഡയറക്ടറാണ്. അടിപൊളിയായിരുന്നു. അത് നിൽക്കൂലല്ലോ, എന്നാലും മാക്സിമം പിടിച്ചു നിന്നിട്ടുണ്ട്. ആക്ടിങ് വൈസ് ഒരു രക്ഷയില്ലായിരുന്നു. വില്ലൻ അടിപൊളിയായിരുന്നു. നല്ല പടം, നല്ല പടം. ഉറപ്പായിട്ടും ഇനി ലാലേട്ട ഉള്ളിടത്തോളം തുടരും. അത്രേ ഉള്ളൂ. നല്ല പടം. അതിൽ എൻഗേജിങ് ആയി ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്നു. പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഒന്നും ഒരിടത്തും പോയിട്ടില്ല. ഇല്ല, അതിനൊത്ത സ്ക്രിപ്റ്റും ആ ഡയറക്ഷൻ ആ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഒപ്പിയെടുക്കണം. പുള്ളിയുടെ എല്ലാം ഉണ്ടെന്ന് പിടിച്ചെടുക്കേണ്ടതാണ് ഡയറക്ടറുടെ ജോലി. അത് നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. താങ്ക് യു. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? കട്ടയ്ക്ക് നിൽക്കി രണ്ടുപേരും. നല്ല പടമായിരുന്നു കേട്ടോ. നല്ല എൻഗേജിങ് ആയിരുന്നു. ആ വില്ലനും ലാലേട്ടനും കട്ടയ്ക്ക് നിൽക്കും. നല്ലൊരു അഭിനയമായിരുന്നു. നല്ല പടമാണ്. തുടരും ലാലേട്ടൻ, തുടരും. എന്താ പറയുക? മോഹൻലാലിലെ കിടിലൻ കമ്പാക്ക് എന്നാണ് പറയാം. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച മോഹൻലാൽ. എമ്പുരാൻ കണ്ട ആ ഒരു ക്ഷീണം എല്ലാം കംപ്ലീറ്റ് ഇതിൽ മാറ്റിയിട്ടുണ്ട്. നല്ലൊരു തിരിച്ചുവരവ് തന്നെ. അടിപൊളി പടം, ഒന്നും പറയില്ല. അടിപൊളി. മറ്റുള്ള സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങി വന്നത് തിയേറ്ററിൽ. വില്ല ഒരു പ്രത്യേക നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വില്ല. ഒന്നും പറയില്ല, അടിപൊളി സിനിമ. കട്ടയ്ക്ക് നിൽക്കും. രോമാഞ്ചിഫിക്കേഷൻ. നമ്മൾ എണീറ്റ് നിന്ന് കൈയടിച്ച് പോകും. അതാണ് അതിൻ്റെ ഒരു ത്രില്ലിങ് സീൻ എന്ന് പറയുന്നത്. എന്നാലും ഓവറോൾ അടിപൊളി പടം. തുടരും. പിന്നെ സംശയം എന്താ? ഇനി തുടരുമോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് ലാസ്റ്റ് എഴുതുന്നുണ്ട് മോഹൻലാൽ തുടരും. ഉറപ്പാണ്. എങ്ങനെയുണ്ട്? ഞാൻ സത്യം എന്ത് പറയണമെന്നറിയില്ല. ലൈക്ക് ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ മോഹൻലാൽ ഫാനും മമ്മൂട്ടി അങ്ങനെ പ്രശ്നമില്ല. എല്ലാവരും മോഹൻലാൽ ഫാനാണ്. അതിൽ ഫസ്റ്റ് ആരായിരുന്നു സെക്കൻഡ് ആരായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അമ്മ പറ എന്ത്? കുറേ നാളായി ഇങ്ങനെ ഒരു മോഹൻലാലിനെ കണ്ടിട്ട്. എൻ്റെ പഴയ കാലത്ത് ഞാൻ കണ്ട മോഹൻലാലിനെ ഇന്ന് കണ്ടു. അയ്യോ പറയാൻ വെറുതെ മറ്റേ പുഷ് ബാക്ക് സീറ്റൊക്കെ മേടിച്ച് ലൈക്ക് ടിക്കറ്റ് എടുത്ത് എന്നിട്ട് ഇവർ രണ്ടുപേരും മറ്റേ കുഞ്ഞു പിള്ളേരുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു. ലൈക്ക് ഭയങ്കരമായിട്ട് സ്പോയിലർ ഒന്നും ആരും പറയല്ലേ, ആരും ഇങ്ങനെ സ്റ്റോറി ഒന്നും ഇടല്ലേ. ഇത് തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ആ ഒരു ഫസ്റ്റ് ആ ഒരു രോമാഞ്ചം വന്നങ്ങ് പോകണം. അതാണ്. അയ്യോ അയാൾ ഭയങ്കര അനോയിങ് കേട്ടോ. കൊള്ളാം. എല്ലാവരും അടിപൊളി. കാസ്റ്റ് വൈസും സ്ക്രിപ്റ്റ് വൈസും സ്റ്റോറി വൈസും എല്ലാം കിട്ടില്ല. നല്ല മൂവി.